ആദ്യം എങ്ങനെയുണ്ട് കുത്തപ്പനാറ്? ഇതല്ല. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി സ്ഥലത്താണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ജീവിതത്തിൽ ഒരു വെറൈറ്റി അനുഭവമായിരിക്കും ഇവിടെ വരുന്നവർക്ക്, അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പോട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? കുത്തപ്പിനാർ. കുത്തപ്പിനാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതാണ്? കേട്ടിട്ടുണ്ടായിരിക്കും. കുത്തപ്പിനാർന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നേരിട്ട് കാണാത്ത ഒരുപാട് പേരുണ്ടാവും, അല്ലേ? ഇല്ലേ? ഒരുപാട്. നമ്മൾ ആദ്യമായിട്ടാണ്. അതൊരു ഡമ്മിയാണ്, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ നിൽക്കുന്നു. ഓക്കെ. അപ്പോ നമ്മളിതിപ്പോ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ അവിടെ നിന്ന് കണ്ടിറങ്ങിയതിന് ശേഷമാണ്. കാരണം എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാതെ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും പൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. കുത്തപ്പിനാർ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന പോയിന്റ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കുത്തപ്പിനാറിന്റെ എൻട്രി എന്ന് പറയുന്നത് ദാ കാണുന്ന ആർച്ച് ഉണ്ടോ, അതിനകത്താണ് കുത്തപ്പിനാറിന്റെ എൻട്രി വരുന്നത്. അതായത് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ നമുക്ക് അവിടെ പോകണം. അതുവഴിയാണ് ഉള്ളിലോട്ട് പോകാനായിട്ട്. നല്ല നീണ്ട ക്യൂ കിടപ്പുണ്ട്. നമ്മൾ വരി പിടിച്ച് പോവുകയാണ് ഉള്ളിലോട്ട്. ഫോറിൻ ടൂറിസ്റ്റ്, ഇന്ത്യൻ ലേഡീസ്, ചിൽഡ്രൻസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും 2 ക്യൂ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. സെൻട്രൽ ക്യൂ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ അങ്ങനെ കുത്തപ്പിനാറിൻ്റെ എൻട്രിയിലേക്ക് കയറുകയാണ്. നമ്മൾ കുത്തപ്പിനാർ കാണാൻ സ്പോട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് നമ്മുടെ കുത്തപ്പിനാറിൻ്റെ ടോക്കൺ. അപ്പോൾ ഈ ടോക്കൺ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ എവിടെ എത്തി? അതാണ് ഒരു എങ്ങനെ പറയുന്നത്? നീ പറഞ്ഞു നോക്ക്. കുത്തപ്പിനാർ. ഇതാ നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഇതല്ല കേട്ടോ, അത് വേറെയാണ്. നമ്മൾ വന്ന ഫ്ലൈറ്റ് അതെ തന്നെ നോട്ടെ. അപ്പോൾ ആ ഫ്ലൈറ്റ് പോവുകയാണ് കേട്ടോ. നമ്മൾ വന്നതും ഫ്ലൈറ്റ് പോവാണ് കുത്തപ്പിനാറിന്റെ അടുത്ത്, അല്ലേ? അപ്പോ നമ്മൾ എന്ത് കാണാനാണ് ഇവിടെ വന്നത്? കുത്തപ്പിനാർ. കുത്തപ്പിനാർ എന്ന് പറയാൻ കാരണം എന്താണ്? കാണുന്ന കുത്തപ്പിനാർ കണ്ടോ, ഇതാണ് കുത്തപ്പിനാർ. കണ്ടോ അപ്പുറത്തെ ഫ്ലൈറ്റ്. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നിൽക്കുന്ന സൈഡ് എന്ന് പറയുന്നത് നല്ല വെട്ടം ഉള്ളത് കൊണ്ട് നമുക്കത് നല്ല വെട്ടമല്ല, ഇരുട്ടാണ് ആ സൈഡ്. നമുക്ക് ലൈറ്റ് ഫോക്കസ് സൈഡ് മാറി. അപ്പോൾ എന്തായാലും ലൈറ്റ് ഉള്ള സൈഡിലോട്ട് പോയിട്ട് അത് കുത്തപ്പിനാർ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലുള്ള കുത്തപ്പിനാറായിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷെ ഇനി കാണാൻ പോകുന്ന കുത്തപ്പിനാർ എന്താണ് കീർത്തി? നല്ല വെട്ടത്തിലുള്ള കുത്തപ്പിനാർ. കാണിച്ചു കൊടുക്കാം. അപ്പൊ നല്ല കിടിലൻ കുത്തപ്പിനാർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെ എങ്ങനെ അപ്പൊ നമുക്ക് കുത്തപ്പിനാർ കാണാം. കണ്ടോ, ഇതാണ്. ഇത് കാണാൻ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക്. അതിനൊന്ന് അടുത്ത് വേറെ ലെവലല്ലേ. അതിന് അങ്ങ് നോക്കൂ, എന്റെ പൊന്നെ. നിസാരം പോലെ നമ്മള് കുത്തപ്പിനാർന്നൊക്കെ അത് തന്നെ നിസാരം പോലെയാണ് നമ്മൾ വിചാരിക്കുന്നത് കുത്തപ്പിനാർന്ന്. ഇതെന്ത് മാത്രം ഡോർ. അപ്പോ ഡോർ 3/4 വരുമോ? യെസ്, അത്രേ ഉള്ളൂ ഡോർ. പക്ഷെ കുത്തപ്പിനാറാ ബ്രോ. കുത്തപ്പിനാർ കണ്ടപ്പോ പിന്നെ പണിയാതെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണ്ടേ? ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വർഷങ്ങൾ അത് നമുക്ക് എങ്ങനെയുണ്ട് നമുക്കത് ചോദിക്കാം. ഓക്കെ. നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ട് അതിനൊരു മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. നമുക്കത് കാണാം, എവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താം. പക്ഷെ ഒരു ഇത് ചുടുകെട്ടല്ലെന്ന് തോന്നുന്നു. ഇത് മറ്റേ ചുവന്ന ചെറിയ കട്ട ഉണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. ഇല്ല, ഇത് അതിന് എന്താണെന്ന് അറിയില്ല. എന്തായാലും അതിന് തൊടാൻ പറ്റില്ല, കാരണം നമുക്ക് അവിടെ ഗ്രില്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുത്തപ്പിനാറിനെ നമുക്കൊരു മറു സൈഡിലുള്ള ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കാം. ഏതാണ്? ഇല്ല, അകത്ത് കയറ്. അകത്ത് അലോടല്ല. ഓ, ഇത് ഇങ്ങനെ നോക്കുന്നത് തന്നെയാണ് കുത്തപ്പിനാർ. കണ്ടോ, ഇതുപോലെ അങ്ങ് നോക്കിയാ പോരെ കുത്തപ്പിനാർ. പക്ഷെ അകത്ത് എന്തോ നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചു നോക്കാം. എനിക്കറിയാന്നുള്ളൊരു ആളുണ്ട് അതിനകത്ത്, കുത്തപ്പിനാറിന്റെ അകത്ത്. അവരടുത്ത് ചോദിച്ചു നോക്കാം. അല്ല, അതെ, ഞാൻ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം, ചോദിക്കാം. ഓക്കെ, നോക്കാം. അങ്ങനെ കീർത്തിയൊക്കെ കുത്തപ്പിനാർ കാണുകയാണല്ലോ, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, കുത്തപ്പിനാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു ദോ പോണ് കുത്തപ്പിനാർ. അയ്യോ, ഇതിനകത്ത് പ്രാവിൻ കൂടൊക്കെ ഉണ്ട് കേട്ടോ കീർത്തി. ഇതിനകത്ത് പ്രാവിൻ കൂടൊക്കെ ഉണ്ട്. പ്രാവിൻ്റെ കൂട് അങ്ങോട്ടുണ്ട്. അതാണ് പ്രാവുകളൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാം. ഇത് മറ്റേ വെട്ടുകല്ലിലാണ് ചെയ്തിരിക്കുന്നത്. വെട്ടുകല്ലില്ലേ,
വെട്ടുകല്ലിലാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് കണ്ടോ. നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്. വെട്ടുകല്ലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തപ്പിനാറൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യുന്നുണ്ടല്ലോ, അത് സർക്കാരായാലും ആരായാലും അത് അവർ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം ഇത്രയും കാലപ്പഴക്കം ചെന്ന ഒരു സാധനം ഈ കുത്തപ്പിനാറിനെ അവർ അതേപോലെ ആ കാലങ്ങളോളം ആ ഒരു ഫീല് കറക്റ്റ് കിട്ടാൻ കണക്കിന് അവര് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകുന്നെങ്കിൽ എന്റെ പൊന്നെ അവരെ സമ്മതിച്ചു തന്നെ ആകണം. കാരണം അത്രയ്ക്ക് കിടിലമായിട്ട് അവര് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് നേരിട്ട് കണ്ടാലും നിങ്ങൾക്കത് ബോധ്യമാവുള്ളൂ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്ര അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എന്റെ പൊന്നെ അത് വേറെ ലെവല് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുത്തപ്പിനാറ് പോവുക. നിങ്ങൾക്കെന്നല്ല ആർക്കാലും അത് പോയി കാണാനുള്ളത് അത് വേറൊരു ലെവല് തന്നെയാണ്. അത് ഉറപ്പായിട്ടും നിങ്ങൾ പോവുക, പോയാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. കുത്തപ്പിനാറ് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? ഓക്കെ, ആദ്യം എങ്ങനെയുണ്ട് കുത്തപ്പിനാറ്? ഇതല്ല അതാണ് ബസ്സുകളെല്ലാം ട്രെയിനുകളെ പോലെ പോവാൻ. പുല്ലുള്ള സ്ഥലത്ത് മാത്രം പോയില്ല. അതായത് അപ്പുറത്ത് ഗാർഡൻ ആണ്. ആ ഗാർഡൻ പ്ലേസിൽ പോയില്ല, അതാണ് അവർ ഉദ്ദേശിച്ചത് ഇല്ലേ? പ്ലെയിൻ പോകുന്ന സ്പോട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്നത്, കുത്തപ്പിനാറ്. അപ്പോൾ അണ്ണാനുണ്ട്, കുത്തപ്പിനാറുണ്ട്, അത് കുത്തപ്പിനാറ്. വേറെ ഇനിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഷോക്ക് ഫാമിലി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് കുത്തപ്പനാർ? പെട്ടെന്ന് പറയുകയാണ് കുത്തപ്പനെ കുറിച്ച്. നമ്മള് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കിടിലമാണ്. അടുത്ത് വന്ന് കാണുമ്പോൾ അതിന്റെ കൊത്തുപണികളും കാര്യങ്ങളും മനസ്സിലാവും. സൂപ്പറാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അല്ല, ഇത് അടിപൊളിയാണ്. നേരിട്ട് വന്ന് കണ്ടാലേ അതിന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പഴയ ആൾക്കാർ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നേരിട്ട് വന്ന് കാണും. നേരിട്ട് വന്ന് അല്ലേ? അതെ, ആദ്യം എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്ലെയിൻ കുത്തപ്പിനാറിന്റെ മുകളിൽ കൂടി. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.